KG MCTA മെമ്പർ ഡോക്ടർ ബിനോയ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ, അതിഗുരുതരമായ ഒരു പിഴവാണ് ഇവിടെ ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. മരുന്ന് മാറി നൽകി കുഞ്ഞിപ്പോൾ ഗുരുതരാവസ്ഥയിലാണ്. എങ്ങനെയാണ് ഈ ഒരു സംഭവത്തോട് പ്രതികരിക്കുന്നത്? തികച്ചും ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണിത്. മരുന്ന് മാറിയല്ല നൽകിയിരിക്കുന്നത്. നമുക്കൊരു മരുന്ന് നൽകുമ്പോഴത്തേക്ക് ഇതിന് പല ഫോർമുലറികളുണ്ട്. ഒന്ന് ഡ്രോപ്സ് എന്ന് പറയും, ഒന്ന് സിറപ്പ് എന്ന് പറയും, പിന്നെ ടാബ്ലറ്റ് എന്ന് പറയും, ക്യാപ്സ്യൂൾ എന്ന് പറയും, പിന്നെ ഡിസ്പേഴ്സബിൾ, അങ്ങനെ മൂന്നാലും പല കാറ്റഗറിയിലുണ്ട്. അപ്പോൾ ഓരോ കുട്ടികൾ വളരെ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്നതിന് ഡ്രോപ്സ് എന്നും, അതിൽ കുറച്ചുകൂടെ വലിയ കുട്ടികൾക്ക് കൊടുക്കുന്നതിന് സിറപ്പ് എന്നും, പിന്നീടുള്ളവർക്ക് ടാബ്ലറ്റ് എന്നും കൊടുക്കുന്നത്. അല്ല, വായിൽ അരിയുന്ന ടാബ്ലറ്റ് കൊടുക്കാറുണ്ട്. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇത് ഡ്രോപ്സ് കൊടുക്കുന്ന കുട്ടിക്ക് സിറപ്പ് കൊടുക്കുകയും ഓവർഡോസ് ആകുകയും സംഭവിച്ചു എന്നുള്ളതാണ്. ഇതിന് പരിഹാരം എന്താണെന്നുള്ളത് നമ്മളിപ്പോൾ ഈ അവസരത്തിൽ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. പരിഹാരം എന്താന്ന് പറഞ്ഞാല് തീർച്ചയായും സർക്കാരിന്റെ നേതൃത്വം നടക്കുന്ന ഒരു ജനറിക് ഡ്രഗ്സ് നൽകുന്നതിന് ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ ജനറിക് ഡ്രഗ്സ് രോഗികൾക്ക് കൊടുക്കുമ്പോഴത്തേക്കും അതിനകത്തുള്ള ക്വാളിറ്റി നമ്മൾ കൃത്യമായി നിർണ്ണയിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഡ്രോപ്സ് കൊടുക്കുന്നതിന് പകരം സിറപ്പ് കൊടുക്കുന്നത് സ്വാഭാവികമായും ഓവർഡോസ് വരും. ഓവർഡോസ്. പിന്നെ രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്, നമ്മുടെ ആൾക്കാർ ഒരുപക്ഷെ ഇത് ഡോക്ടറെ പ്രിസ്ക്രിപ്ഷനുമായിട്ടാണ് മരുന്ന് വാങ്ങിക്കാൻ പോയത്. ഓവർ ദ കൗണ്ടർ ഈ മരുന്ന് വാങ്ങിച്ചു കഴിക്കുന്ന അനേക ആൾക്കാരുള്ളത് നാടാണ് നമ്മുടെ കേരളം. അപ്പൊ അതിനും ഒരു നിയന്ത്രണം വരുത്തേണ്ടത് ആവശ്യമാണ്. അതിപ്പോ ആന്റിബയോട്ടിക്സിന്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണം സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഫാർമസി കൗൺസിലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അത് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. പക്ഷെ ഓവർ ദ കൗണ്ടർ കിട്ടുന്ന മരുന്നുകളുടെ കാര്യത്തിൽ ഒരു നിയന്ത്രണം ഉണ്ടായിട്ടില്ല. വെളിരാജ്യങ്ങളിലാണെങ്കിൽ വളരെ അപൂർവം മരുന്നുകൾ മാത്രമേ ഓവർ ദ കൗണ്ടർ കിട്ടുകയുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കതിന് ഇങ്ങനത്തെ ട്രാജഡികൾ ഒഴിവാക്കേണ്ടതുണ്ട്. പിന്നെ ഡോക്ടറുടെ ഭാഗത്തും ചെറിയ ഒരു വീഴ്ച ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ സാധിക്കുകയില്ല. ഒരു ഹാൻഡ് റൈറ്റിംഗ് എഴുതുന്ന മരുന്നുകൾ ഒരു ദിവസം 300-400 രോഗികളെ പരിശോധിക്കുന്ന ഡോക്ടർമാരുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നമുക്കുണ്ട്. അവിടെയെല്ലാം മരുന്നുകൾ ഇല്ലാതെ വരുന്ന സാഹചര്യത്തിൽ അവർ സ്വാഭാവികമായും മരുന്ന് വാങ്ങാൻ പുറത്തു പോകും. അപ്പൊ ഡോക്ടറെ ഹാൻഡ് റൈറ്റിംഗ് വായിച്ചാൽ മനസ്സിലാകുന്നില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് അത് അവിടെ ഇരിക്കുന്ന ഫാർമസിസ്റ്റ് അവർക്ക് തോന്നിയ മരുന്നെടുത്ത് കൊടുക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിൽ ദുഃഖകരമായ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതിനൊക്കെ പരിശീലനം ലഭിച്ചവരല്ലേ ഈ മെഡിക്കൽ ഷോപ്പ് നടത്താൻ പ്രത്യേകമായ ഒരു പരിശീലനവും അനുമതിയും ഒക്കെ തന്നെ വേണ്ടേ? അതിന് പ്രത്യേക പരിശീലനം ലഭിച്ചവരായിരിക്കില്ലേ നൽകുന്നത്? കാരണം സാധാരണക്കാരായ ആൾക്കാരാണ് ഈ മരുന്നുകൾ വാങ്ങാനായി മെഡിക്കൽ ഷോപ്പുകളിലേക്കൊക്കെ പോകുന്നത്. അവർക്ക് ഈ മരുന്നുകളുടെ ശാസ്ത്രീയ വശങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും അറിയില്ലായിരിക്കുമല്ലോ. തീർച്ചയായും വളരെ ശരിയായ ഒരു നിരീക്ഷണമാണിത്. നമ്മളിപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് മെഡിക്കൽ സ്റ്റോറുകൾ നമുക്കുണ്ട്. ഓരോ ഗ്രാമത്തിലും അല്ലെങ്കിൽ ഓരോ ആശുപത്രിയോട് ചേർന്നും 10-50 മെഡിക്കൽ സ്റ്റോറുകൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അവിടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള എത്ര ഫാർമസിസ്റ്റ് ഉണ്ട് എന്നുള്ളതിനെ പറ്റി ഒരു അവലോകനം അല്ലെങ്കിൽ ഒരു ഇൻട്രോസ്പെക്ഷൻ നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഫാർമസിസ്റ്റിന്റെ ഒരു ഡിഗ്രി വെച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന ആളുകൾ എടുത്തു കൊടുക്കാൻ ഇരിക്കുന്ന ആൾക്കാർ എല്ലാവരും മരുന്ന് എടുത്തു കൊടുക്കാൻ പ്രാപ്തരായവരാണോ, അതിനനുസരിച്ചുള്ള യോഗ്യതയുള്ളവരാണോ എന്നുള്ളത് നമ്മൾ ഡ്രഗ്സ് കൺട്രോളറുടെ ഭാഗത്തു നിന്നും ഒരു ഇൻസ്പെക്ഷൻ എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും ആവശ്യമാണെന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അവിടെ ഇരിക്കുന്നവർ പലരും 10ാം ക്ലാസ്സും അല്ലെങ്കിൽ 12ാം ക്ലാസ്സും ഒരുപാട് സമയം ഒരേ ജോലി ചെയ്യുന്നവർക്ക് ഒരു മരുന്ന് എടുത്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. പക്ഷെ അവർ ക്വാളിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ വായിച്ചിട്ട് ആ മരുന്ന് എന്താണ്, അതിന്റെ ഡോസ് എന്താണ്, അത് എപ്പോഴാണ് കഴിക്കേണ്ടത് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള ആളായിരുന്നു. പക്ഷെ എത്ര മെഡിക്കൽ സ്റ്റോറുകളിൽ ഇങ്ങനെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റ് ഉണ്ട് എന്ന് ഒരാളുടെ ലൈസൻസ് വെച്ചായിരിക്കും മെഡിക്കൽ സ്റ്റോർ തുടങ്ങുന്നത്. പക്ഷെ അവിടെ എത്ര ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും അതിന് ഏറ്റവും പ്രധാനമായി തന്നെ ഒരു മാനദണ്ഡം വരേണ്ടതായിട്ടുണ്ട്. വളരെയധികം നന്ദി ഡോക്ടർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.